വസ്ഫുൽ ഹസീനു മർഹബാ. ഇമ്മയിൽ മുങ്ങി കുളിച്ചോ നാണു ഞാൻ നന്മതൻ സംഗീതമേ കേഴുന്നു ഞാൻ. മൺമറയും മുമ്പ് മുത്തിനെ കണ്ടിടാൻ കൺകുളിർ ലൈസ അസ്കാ മിൻക അസ്ലാ മർഹബാ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഇത് ഇന്നലെ മർക്കസിൽ നടന്ന മൗലിദുൽ അക്ബർ അതിൽ നടന്ന ഒരു സംഭവമാണ്. അതായത് അശറക ബൈത്ത് പാടുന്നതിൻ്റെ ഇടക്ക് മലയാളത്തിൽ പാടുന്ന ആ ഒരു സംഭവം അത് വേണ്ട എന്നാണ് അവിടെ ഹക്കീം അസ്ഹരി ഉസ്താദ് പറഞ്ഞത്. ഇത് വളരെ കൃത്യമായ ഒരു ഇടപെടലാണ്. കാരണം സാധാരണയിൽ പലയിടത്തും പല ആളുകളും ഇങ്ങനെ അശറക ബൈത്ത് പാടുമ്പോൾ അതിനിടയിൽ മറ്റ് മലയാള പാട്ടുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് മദ്ഹ് തന്നെ ആയിരിക്കും, പക്ഷെ ആ ഒരു നെളുമിനെ ഭംഗം വരുത്തുന്ന രീതിയിലായിരിക്കും പലയിടത്തും പാടാറുള്ളത്. അത് പലപ്പോഴും ഒരു അരോചകമായിട്ട് തോന്നാറുമുണ്ട്. ഇത് ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല. ഇതിൽ മഹാനായ പേരോട് ഉസ്താദും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം. ാണ് നമ്മുടെ ഖൽബ് കാണുന്നവനാണ് അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. ഞാനൊരു സ്ഥലത്ത് പ്രസംഗിച്ചു. പ്രസംഗം കഴിയുന്ന സമയത്ത് പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് എന്നോട് ഒരാൾ പറഞ്ഞു, ബുർദ ബൈത്തുണ്ട് ഉസ്താദിന്റെ പ്രസംഗത്തിന് ശേഷം എല്ലാവരോടും ഇരിക്കാൻ പറയണം. ഞാൻ അതേ നിലക്ക് ബുർദയുടെ എല്ലാ ബഹുമാനവും പറഞ്ഞ് പ്രസംഗിച്ചു. സുബ്ഹാനല്ലാഹ്. ഞാൻ ഇറങ്ങി വരുമ്പോ സ്റ്റേജിൽ വെച്ച് കേൾക്കുന്നത് മൗലായ സല്ലി വസല്ലിം എന്നതല്ല, അമിൻ തദക്കുരി ജീറാനി എന്ന ബൈത്തല്ല, രാരാരോ രാരാരോ എന്നാ കേൾക്കുന്നത്. ഇതാണോ ബുർദ? ബുർദ ബൈത്ത് കേൾക്കാൻ ജനങ്ങളോട് പ്രചോദനം നൽകിയാൽ അവിടെ ബുർദയല്ലേ ചൊല്ലേണ്ടത്? മങ്കൂസ് മൂലിദ് ഓതെല്ലാരും ഇരിക്കണമെന്ന് പറഞ്ഞാൽ മങ്കൂസ് മൂലിദല്ലേ ഓതേണ്ടത്. അവിടെ പിന്നെ രാരാരോ ആണോ? നമ്മുടെ കുട്ടികൾ നന്നായി ശ്രദ്ധിക്കണം. ബുർദയുടെ മഹത്വം കളയരുത്. പാട്ട് കേൾക്കാനല്ലല്ലോ ജനങ്ങൾ ബുർദ കേൾക്കാൻ വരുന്നത്. പാട്ട് വേണമെങ്കിൽ നമുക്ക് പാട്ട് എന്ന് പറഞ്ഞ് സംഘടിപ്പിക്കാം. അതിന് വിരോധമില്ല. രാരാരോ എന്ന് പാടിയ ഹറാമൊന്നും അല്ല. പക്ഷേ ബുർദ എന്ന് പറഞ്ഞാൽ അത് ബുർദയായിരിക്കണം. മങ്കൂസ് മൗലിദ് തന്നെ മങ്കൂസ് മൗലിദാകണം. ബദർ മൗലിദ് തന്നെ ബദർ മൗലിദായിരിക്കണം. ഓ സുഹൃത്തുക്കളെ, നമ്മൾ ഏത് വിഷയത്തിനും അതിൻ്റെതായ ആദാബുകൾ പാലിക്കണം. ഇതുപോലെ ഞാൻ പറയട്ടെ, എല്ലാ വിഷയത്തിലും ഇതുണ്ടാകണം. അതേ ഉമിർനാസിലഹും, ഓരോരുത്തർക്കും അർഹമായ സ്ഥാനം വകവെച്ചു കൊടുക്കണം. അതേ ഏത് വിഷയം ചെയ്യുമ്പോഴും നമ്മളെ കാര്യലാഭം ലക്ഷ്യം വെക്കരുത്. ഇന്ന് ഞാനൊരു വീട്ടിൽ പോയി, അവിടെ നിന്ന് പറയുന്ന ഒരു കംപ്ലൈന്റ്. ഇനി എന്തിനാണ് ഞാനിതിപ്പോ ഇവിടെ കൊണ്ടുവന്ന് ഈ വീഡിയോ ചെയ്തത് എന്ന് ചോദിച്ചാൽ, പലപ്പോഴും കുരുവട്ടൂരികൾ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിന്റെ ഒരു അവാന്തര വിഭാഗങ്ങളുണ്ടല്ലോ. ഇനി ഈ ക്ലിപ്പ് എടുത്തിട്ട്, ഈ ഭാഗം എടുത്തിട്ട് ഒരുപക്ഷെ വട്ടൂരികൾ എന്ത് ചെയ്യും, ഇതാ AP വിഭാഗത്തിന് ഇസ്തിഗാസ ചെയ്യുന്നതിനോട് എതിരാണ്, അതല്ലെങ്കിൽ തവസ്സുലിനോടെതിരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ വരും ദിവസങ്ങളിൽ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒരു കൂട്ടി ചെയ്ത് എന്ന് മാത്രം. അതോടൊപ്പം തന്നെ ഇത് റബീഉൽ അവ്വലാണ്. അപ്പം ഇപ്പം മദ്ഹ് പാടുമ്പോഴും അതല്ലെങ്കിൽ മൗലിദ് കിതാബുകളിലൂടെ നമ്മൾ ബുർദ പാടുമ്പോഴും അതുപോലെ തന്നെ അശറക പാടുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള ഒരു മിക്സഡ് ആയിട്ട് പാടുന്നത് ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ അത് വളരെ സന്തോഷമാകും. അത് ബുർദ ഒന്ന് വേറെയായിട്ടും പാട്ടുകൾ അത് വേറെയുമാണെങ്കിൽ അത് വളരെ ഭംഗിയാകും എന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് നമുക്ക് ഏറ്റി തെരുമാറാകട്ടെ.